ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വിഷ്ണു സഹസ്രനാമ പഠനത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലെ സർവോത്കൃഷ്ടമായ ഒരു ഭാഗമാണ്. നമുക്കറിയാം, വേദവ്യാസ മഹർഷി രചിച്ച ഏറ്റവും മഹത്തായ ഒരു കൃതിയാണ് മഹാഭാരതം. ഇതിലെ പ്രധാന പ്രതിപാദ്യം ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ചർച്ചയാണ്. ലോകത്ത് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇതിഹാസം എന്ന് വേണമെങ്കിൽ നമുക്ക് മഹാഭാരതത്തിനെ പറയാം. 1,25,000 ശ്ലോകങ്ങളിലാണ് വേദവ്യാസ മഹർഷി ഈ കൃതി ചമച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കുന്നതിന് വേണ്ടി, ധർമ്മം ആചരിക്കുന്നതിനു വേണ്ടി, ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. മഹാഭാരതം ഒട്ടനവധി വിഷയങ്ങളെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിൽ സർവോത്കൃഷ്ടമായിട്ടുള്ള 5 രത്നങ്ങളാണുള്ളത്. ഈ 1,25,000 ശ്ലോകങ്ങളിൽ പരന്നു കിടക്കുന്ന ഈ മഹാസാഗരത്തിൽ നമുക്ക് അനർഘമായിട്ടുള്ള 5 രത്നങ്ങളാണ് കണ്ടെത്താൻ കഴിയുക. മഹാഭാരതമാകുന്ന സാഗരത്തിൽ നിന്ന് നമുക്ക് കരഗതമായ 5 വിലമതിക്കാനാകാത്ത രത്നങ്ങളുണ്ട്. പഞ്ചരത്നങ്ങൾ എന്നാണ് അതിനെ പറയുക. ഈ 5 രത്നങ്ങളും മഹാത്മാക്കൾ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ഈ 5 രത്നങ്ങളാകട്ടെ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. ഇതിലെ ആദ്യത്തെ രത്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുക ധൃതരാഷ്ട്രരും വിതുരരും തമ്മിലുള്ള സംവാദമാണ്. ഇതിനെ അറിയപ്പെടുന്നത് വിതുരനീതി എന്നാണ്. എല്ലാ പഠിതാക്കളും പഠിച്ചിരിക്കേണ്ട ഒരു മഹത്തായിട്ടുള്ള സംവാദമാണ് വിതുരനീതി. അടുത്തതായി ധൃതരാഷ്ട്രരും സനൽകുമാര മഹർഷിയും തമ്മിലുള്ള സംവാദമാണ്. ഇതിനെ പറയുന്നത് സനൽ സുജാതീയം എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ വിസ്തരിക്കുന്ന, നിരവധിയായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഭാഗമാണത്. മൂന്നാമത്തേത് യക്ഷപ്രശ്നം എന്ന് പുകഴ്പെറ്റ 124 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. ധർമ്മപുത്രരോട് യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. യക്ഷപ്രശ്നം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നാലാമത്തേത് അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ്. അതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. അഞ്ചാമത് വരുന്നതാണ് യുധിഷ്ഠിരനും ഭീഷ്മരും തമ്മിലുള്ള സംവാദം. അനുശാസനിക പർവത്തിൽ നിറയെ
ഭീഷ്മർ യുധിഷ്ഠിരന് നൽകുന്ന ഉപദേശങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സാരവത്തായിട്ടുള്ള ഭാഗമാണ് ശ്രീ വിഷ്ണു സഹസ്രനാമം. മഹാഭാരതത്തിൻ്റെ അന്തസത്തയായിട്ട് പറയപ്പെടുന്നത് ശ്രീ വിഷ്ണു സഹസ്രനാമമാണ്. 1,25,000 ശ്ലോകങ്ങളിൽ ചമച്ച ശ്രീ മഹാഭാരതത്തിൻ്റെ ഉൾക്കാമ്പ്, അതിൻ്റെ സാരം ആയിട്ട് മഹാത്മാക്കളാൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ശ്രീ വിഷ്ണു സഹസ്രനാമമാണ്. പരാശര ഭട്ട ഭാഷ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സർവോത്കൃഷ്ടതയ്ക്ക് കാരണമായി അദ്ദേഹം നിരത്തുന്ന 6 കാര്യങ്ങളാണുള്ളത്. ഇവയാണ്: മഹാഭാരത സാരത്വാത് ഋഷിഭി പരിഗാനതഃ വേദാചാര്യ സമാഹാരാത് ഭീഷ്മോത്കൃഷ്ടമതത്വതഃ പരിഗ്രഹാതിശയതഃ ഗീതാദൈകാർത്ഥകശ്ചന. ഇങ്ങനെ 6 കാര്യങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക്, അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ആയിട്ട് പറയുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. 1, മഹാഭാരത സാരത്വാത്. മഹാഭാരതത്തിൻ്റെ സാരമായിട്ടുള്ള കൃതിയാണ്, സാരമായിട്ടുള്ള ഭാഗമാണ് വിഷ്ണു സഹസ്രനാമം. മഹാഭാരതം ഒരു സാഗരമാണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ പഞ്ചരത്നങ്ങളിൽ സർവോത്കൃഷ്ടമായ മൂല്യവത്തായിട്ടുള്ള രത്നമാണ് ശ്രീ വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും മഹാഭാരതത്തിലെ ഓരോ സന്ദർഭങ്ങളുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മഹാഭാരതമാകുന്ന പാൽക്കടൽ കടഞ്ഞാൽ കിട്ടുന്ന അമൃത് ഏതാണോ അതാണ് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഋഷിഭി പരിഗാനതഃ, ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതുകൊണ്ട് ഇതിലെ നാമങ്ങളൊക്കെ തന്നെ ഋഷിമാരാൽ ദർശിക്കപ്പെട്ടതാണ്. ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതുകൊണ്ട് എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മഹർഷിമാരായിട്ടുള്ള ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മഹർഷിമാരാൽ സമാധിയിൽ ദർശിക്കപ്പെട്ട മന്ത്രങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും. അങ്ങനെ വേദവിത്തുക്കളായ സർവജ്ഞാനികളായിട്ടുള്ള ഋഷിമാരാൽ പരികീർത്തിക്കപ്പെട്ടതുകൊണ്ട് ശ്രീ വിഷ്ണു സഹസ്രനാമം സർവോത്കൃഷ്ടമായി തീർന്നു. 3-ാമത്തെ കാരണം വേദാചാര്യ സമാഹാരാത്. ഇതാരാണ് സമാഹരിച്ചത്? വേദങ്ങളുടെ ആചാര്യനായിട്ടുള്ള ശ്രീ വേദവ്യാസ മഹർഷിയാണ്. വേദങ്ങളുടെ സമാഹാരം നടത്തിയത് വേദവ്യാസൻ, അതിനെ 4ആയിട്ട് തിരിച്ചത് വേദവ്യാസൻ,
അതിനെ ലോക ഉപകാരത്തിനായിക്കൊണ്ട് 4 ശിഷ്യന്മാരെ പഠിപ്പിച്ചത് വേദവ്യാസൻ. അങ്ങനെ എന്തുകൊണ്ടും വേദവ്യാസ മഹർഷി ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനാണ്. വാചസ്പതിയാണ് അദ്ദേഹം. നമുക്കറിയാം, മഹാഭാരത രചനയുമായി ബന്ധപ്പെട്ട ഒരു കഥ നമുക്കറിയാം. ഇത് എഴുതുന്നതിന് വലിയ ഒരു വിദ്വാനെ തേടി നടക്കുന്ന അവസരത്തിൽ ശ്രീ മഹാഗണപതിയെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഈ മഹാഭാരതം രേഖപ്പെടുത്തുന്നതിന് ഒരു നിബന്ധന ഗണപതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുന്നത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അനർഗളമായിട്ടുള്ള വാക്പ്രവാഹമായിരിക്കണം മഹാഭാരതത്തിന്റെ ഉപദേശം. അങ്ങനെ നിർബാധമൊഴുകുന്ന ഒരു അരുവി പോലെ വ്യാസന്റെ മുഖത്ത് നിന്നും നിർഗളിച്ച അമൃതം ആണ് ശ്രീ മഹാഭാരതം. അത് ഉപദേശിച്ചത് ശ്രീ വേദവ്യാസ മഹർഷിയാണ്. വാചസ്പതിയാണ് അദ്ദേഹം, വാക്കുകളുടെ പതിയാണ്. അങ്ങനെ വേദാചാര്യനും വാചസ്പതിയും മഹാഗുരുവും മഹാജ്ഞാനിയും മഹാപണ്ഡിതനുമൊക്കെ ആയിട്ടുള്ള വേദാചാര്യനാൽ സമാഹരിക്കപ്പെട്ടതുകൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമം സർവോത്കൃഷ്ടമായിരിക്കുന്നു. 4ാമത്തെ കാരണം, ഭീഷ്മോത്കൃഷ്ടമതത്വതഃ, ഭീഷ്മരുടെ നാവിൽ നിന്നും വീണതുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും, ശ്രീ വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായിരുന്നു ഭീഷ്മ പിതാമഹൻ. ഭീഷ്മ പിതാമഹനാണ് മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കറിയാം ഭഗവാനെ തോൽപ്പിച്ചിട്ടുള്ളത്. തൻ്റെ ഭക്തി കൊണ്ട് ഭഗവാനെ തോൽപ്പിച്ച വ്യക്തിയാണ് ഭീഷ്മ പിതാമഹൻ. ഭഗവാന്റെ പരമോത്കൃഷ്ട ഭക്തോത്തമനായിട്ടുള്ള ശ്രീ ഭീഷ്മ പിതാമഹനാൽ ഉപദേശിക്കപ്പെട്ടതുകൊണ്ട് ഇത് സർവോത്കൃഷ്ടമായിരിക്കുന്നു. അടുത്തതായി പറയുന്നത് പരിഗ്രഹാതിശയതഃ. ഇതിന്റെ മാഹാത്മ്യം കൊണ്ട് ഇത് സർവ ജനങ്ങളാലും ഇത് സ്വീകരിക്കപ്പെട്ടു. മഹാപണ്ഡിതന്മാരൊക്കെ ഇതിന്റെ ഉപാസകന്മാരായിട്ട് തീർന്നു. ബാണഭട്ടന്റെ കാദംബരി എന്ന കൃതിയിൽ അതിലെ സൂതിക ഗൃഹവർണ്ണനയിൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ ജപത്തെ പറ്റി പറയുന്നുണ്ട്. സൂതികാലയം, അതായത് പ്രസവിക്കുന്ന മുറി. ആ ഗൃഹത്തിൽ എന്തിനാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്? സുഖപ്രസവം ലഭിക്കാൻ. ഗർഭിണി ആയിട്ടുള്ള യുവതി അല്ലെങ്കിൽ സ്ത്രീ സുഖമായിട്ട് നിർബാധം പ്രസവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ശ്രീ വിഷ്ണു സഹസ്രനാമത്തിനെ സ്വീകരിക്കപ്പെട്ടു. പണ്ട് മുതലേ ആചാര്യന്മാർ ഇതിന്റെ വൈശിഷ്ട്യം കണക്കിലെടുത്ത് അത് ഉപയോഗിച്ചിരുന്നു. നിത്യജീവിതത്തിൽ എന്നും ജപിക്കേണ്ട ഒരു കൃതിയാണ്
ശ്രീ വിഷ്ണു സഹസ്രനാമം. ഇത് ജപിച്ചാൽ നിർബാധം കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. ആയുർവേദത്തിൽ തീവ്ര ജ്വരശമനത്തിന് പല വിധത്തിലുള്ള പനികളുണ്ട് അല്ലെ, ജ്വരങ്ങളുണ്ട്. അതിൽ തീവ്രതരമായിട്ടുള്ള ജ്വരം ശമിക്കാൻ 3 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ജ്യോതിഷത്തിൽ സർവ പ്രായശ്ചിത്തമായിട്ട് വിഷ്ണു സഹസ്രനാമത്തിന് പറയുന്നു. ദുരിത ശമനത്തിനായിട്ട്, ഗ്രഹപ്പിഴകൾക്ക് പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമത്തിനെ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ മംഗളകർമ്മങ്ങളിലും അത് ശുഭമായി പര്യവസാനിക്കാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കണം എന്ന് പറയുന്നുണ്ട്. നിത്യവും പാരായണം ചെയ്യേണ്ട കൃതിയാണത്രേ ശ്രീ വിഷ്ണു സഹസ്രനാമം. എന്നും ജപിക്കേണ്ട കൃതികളിൽ ഒന്നായിട്ട് ശ്രീ വിഷ്ണു സഹസ്രനാമത്തിന് പറയുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഇത് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട്, ഇതിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്നത് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ഉത്കൃഷ്ടമായിരിക്കുന്നു. അടുത്തത് ഗീതാദൈകാർത്ഥകശ്ചന. ഭഗവത്ഗീതയിൽ എന്ത് പറയപ്പെട്ടോ അത് തന്നെയാണ്, അതിൻ്റെ സാരമാണ് ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലുള്ളത്. നമുക്കറിയാം, ഭഗവത്ഗീത ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട കൃതിയാണ്. മഹാഭാരതത്തിൻ്റെ മറ്റൊരു രത്നമാണ് ഗീത. അത് ഭഗവാൻ ഉപദേശിച്ചതാണ് എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള കൃതിയാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച കൃതിയാണ് ഭഗവത്ഗീത. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന കൃതി ശ്രീ വിഷ്ണു സഹസ്രനാമം. എന്തുകൊണ്ടാണ്? അതിന് കാരണം ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ ഇത് യുധിഷ്ഠിരന് ഉപദേശിച്ചത് കൊണ്ടാണ്. ഭഗവത്ഗീതയുടെയും സാരമായിട്ടുള്ള കൃതിയാണ് ശ്രീ വിഷ്ണു സഹസ്രനാമം. നമുക്കറിയാം, ഭക്തന്റെ പാദസേവകനാണ് ഭഗവാൻ. ആ പരമഭക്തനായിട്ടുള്ള ഭീഷ്മ പിതാമഹനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ഗീതയുടെ, മഹാഭാരതത്തിൻ്റെ, വേദത്തിൻ്റെ ഒക്കെ അന്തസ്സാരമായിരിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന 1000 നാമങ്ങളടങ്ങിയ സർവോത്കൃഷ്ടമായിട്ടുള്ള ഈ കൃതി എല്ലാത്തിൻ്റെയും സാരമായിട്ടുള്ളത് കൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം സർവോത്കൃഷ്ടമായിട്ട് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ പ്രശ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം കൺകണ്ട
ഔഷധമാണ് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇത് ജപിക്കും തോറും നമ്മുടെ പൂർവജന്മാർജിതമായിട്ടുള്ള ദുരിതങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞ് നമ്മുടെ ജീവിത പന്ഥാവ് സുഗമമായിട്ട് നമുക്ക് ജീവിത അവസാനം വരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് നയിക്കാനായിട്ട് ഈ കൃതി നിത്യവും പാരായണം ചെയ്താൽ സാധിക്കും. ഇത് മഹാത്മാക്കളായിട്ടുള്ള ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. എന്തായാലും അതിവിശിഷ്ടമായിട്ടുള്ള ഈ കൃതി നമുക്ക് നമ്മുടെ ജീവിത പാതയിൽ വിജയങ്ങൾ കൈവരിക്കുന്നതിന് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വീണ്ടും അടുത്ത ഭാഗവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ ചോദ്യം ധൃതരാഷ്ട്രരുടെയും സനൽകുമാര മഹർഷിയുടെയും സംവാദത്തിൻ്റെ പേര് എന്താണ്? ഇത് കാണുന്ന എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.